ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ, ഇടതുവശത്ത് കൂടുതൽ പഴയ കാല നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വിഘടിച്ചു നിൽക്കുന്ന ആളുകൾ. VSന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷ്, അതേപോലെ തന്നെ മുൻ മന്ത്രി ജി സുധാകരൻ, അതേപോലെ തന്നെ മുൻ MLA ശശി, KTDC മുൻ ചെയർമാൻ, ഇവരൊക്കെ ഇടതുപക്ഷവുമായി പിണക്കത്തിലാണ് എന്ന് തന്നെ പറയാം. ഇവരൊക്കെ കൂടി ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് എത്തുകയാണോ എന്നാണ് ഇപ്പോൾ ഈ ഇലക്ഷന് മുന്നേ ഒരു പുതിയ കൂട്ടായ്മ രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഊഴം പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം അവർക്ക് മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഭരണമില്ല. കേരളത്തിലെ ഭരണം നിലനിർത്തേണ്ടത് അത്യാവശ്യവുമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഭരണം തിരിച്ചു പിടിക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. 10 വർഷമായി ഭരണമില്ലാത്ത ഒരു മുന്നണിയാണ്. അപ്പോൾ ഈ പുതിയ കൂട്ടായ്മ ആർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് നിഷ്പ്രഭം പറയാൻ സാധിക്കും. 1 വോട്ടാണെങ്കിലും 10 വോട്ടാണെങ്കിലും അത് എങ്ങോട്ട് മാറിയാലും അത് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് അതിന്റെ ദോഷം സംഭവിക്കുക. ഇപ്പോൾ ഇവർ ജി സുധാകരന്റെ കാര്യം അത്ര വ്യക്തമായിട്ടില്ല എങ്കിലും ശശിയുടെയും സുരേഷിന്റെയും ഒക്കെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. അവരൊക്കെ മത്സരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ UDF പിന്തുണയും കൊടുക്കുകയാണെങ്കിൽ അവർ ആ മണ്ഡലത്തിൽ വിജയസാധ്യത കൂടുതൽ വരികയാണ്. കാരണം ഇടതുപക്ഷവുമായി സഹകരിക്കാതെ നിൽക്കുന്ന വ്യക്തികൾ ഒക്കെ ഇവർക്ക് വോട്ട് ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ വിഘടിച്ചു നിൽക്കുന്നവർ തന്നെയായിരിക്കും വിജയസാധ്യതയിൽ കൂടുതൽ മുന്നിലെത്തുക. മറിച്ചും സംഭവിക്കാം. എങ്കിലും ഈ വിജയ സാധ്യത കൂടുതൽ ഈ UDFന് അനുകൂലമാകും എന്നതിൽ തർക്കമില്ല. കാരണം ഇവർ ഇപ്പോഴൊരു പ്രത്യേക മുന്നണിയായി നിൽക്കുകയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിന്റെ കീഴിൽ മത്സരിക്കുന്നു, UDF പിന്തുണ കൊടുക്കുന്നു. അതിനുശേഷം ഇലക്ഷന് ശേഷമായിരിക്കും ഇവരുടെ വിജയ സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് ഇവരൊരു പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ആ പാർട്ടി UDFൽ ചേരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇതുകൊണ്ട് ഇടതുപക്ഷത്തിന് കൂടുതൽ കോട്ടങ്ങൾ വരികയാണ് എന്നതിൽ തർക്കം ഇല്ല. കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് ചിഹ്ന ഭിന്നമാകാൻ പോകുന്നത്. ഷൊർണൂരും പാലക്കാടും ഒക്കെ. മറ്റ് മുതിർന്ന നേതാക്കൾ വിഘടിച്ചു നിൽക്കുമ്പോൾ അവിടെയും വോട്ടുകൾ ചിഹ്ന ഭിന്നമാകും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ പുതിയ നേതാക്കന്മാർ, അല്ലെങ്കിൽ പുതിയ നേതാക്കന്മാരല്ല, വിഘടിച്ചു നിൽക്കുന്ന നേതാക്കന്മാർ, അവരിത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തീർച്ചയായും അത് ഓരോ മുന്നണിക്കും അതിന്റെ കോട്ടങ്ങൾ സംഭവിക്കും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം വിഘടിച്ചു നിൽക്കുന്ന ആളുകൾ അത് 2 മുന്നണിയിലുമുണ്ട്. എങ്കിലും ഇപ്പോൾ കൂടുതൽ പ്രകടമാകുന്നത്, കൂടുതൽ രംഗത്ത് വരുന്നത് ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഇന്ന് സുരേഷ് പാണക്കാട് കൊളപ്പനക്കൽ തറവാട്ടിലെത്തി തങ്ങളെ കണ്ടു. ശശി അടുത്ത ദിവസം കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇടതുപക്ഷത്തിന് തന്നെയാണ് അതിന്റെ കോട്ടം സംഭവിക്കുക എന്നതിൽ തർക്കമില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് തന്നെയാണ് ഇവിടെ ചിഹ്ന ഭിന്നമാകാൻ പോകുന്നത്. അപ്പോൾ വിഘടിച്ചു നിൽക്കുന്നവർ ഏതായാലും വിഘടിച്ചു നിൽക്കുന്ന ഇത്തരം നേതാക്കന്മാർ പിടിക്കുന്ന വോട്ട് വിജയസാധ്യത മുന്നണിക്ക് കുറക്കും എന്നതിൽ തർക്കമില്ല. അവർ ജയിക്കും എന്നതിൽ ആണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കാരണം മറ്റേ UDFന്റെ പിന്തുണയും ഇവരുമായി സഹകരിക്കുന്ന വോട്ടർമാരും
അങ്ങനെ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. UDF-ന്റെ പിന്തുണയും ഇവരുമായി സഹകരിക്കുന്ന വോട്ടർമാരുടെ വോട്ടുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ആ നഷ്ടം ഇടതുപക്ഷത്തിന് വരും. അപ്പോൾ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുൻ VS അച്യുതാനന്ദന്റെ മുൻ PA സുരേഷ് മത്സരിക്കുന്ന മണ്ഡലം UDF ഇപ്പോൾ നിലവിൽ 3ാം സ്ഥാനത്ത് തുടരുന്ന മണ്ഡലമാണ്. അവിടെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ വലിയ പ്രയാസമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ വിഘടിച്ചു നിൽക്കുന്നവർ പിടിക്കുന്ന വോട്ട് ഏതായാലും അതിന്റെ ഗുണം വരുന്നത് UDF-ന് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ഇടതുപക്ഷ കോട്ടകൾ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വിഘടിച്ചു നിൽക്കുന്ന ഇപ്പോൾ ഇവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടെ ഇവർ മത്സരിക്കുമ്പോൾ എത്ര ശതമാനത്തിലധികം വോട്ടുകൾ ഇവർ പിടിക്കും എന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. എങ്കിലും ഇലക്ഷൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇലക്ഷൻ പ്രചരണം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കും. എങ്കിലും ഇപ്പോഴത് അതിന്റെ ചിത്രം വ്യക്തമായിട്ടില്ല. എങ്കിലും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ വിഘടിച്ച് നിൽക്കുന്ന ഒരു നേതാക്കന്മാരൊക്കെ കൂടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മ ഭാവിയിൽ ഒരു പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്യും. ഇത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹവും ഒരു മത്സര രംഗത്തേക്ക് വരും എന്ന ഒരു വാർത്തയും അവിടെയും കേൾക്കുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയിലും ഒരു വിഘടിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെയും പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ 3-4 സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ഇടതുപക്ഷത്തിനെതിരായി സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതായാലും വോട്ടുകൾ സ്പ്ലിറ്റായി അതിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നവർ ആണ് ഇനി ആ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യത കൂടുതൽ. ഇതിന് റിബൽ എന്ന് പറഞ്ഞുകൂടാ. കാരണം റിബൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇലക്ഷൻ സീറ്റ് കിട്ടാത്തൊരവസ്ഥയിലൊക്കെ മത്സരിക്കുന്നവരാണല്ലോ റിബൽ. ഇവര് ഇലക്ഷന് മുന്നേ തന്നെ, പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കൂട്ടായ്മ പോലെ രൂപീകരിച്ച് മറ്റേ മുന്നണി പിന്തുണ കൊടുത്ത് വരുന്ന സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ റിബൽ എന്ന് ഇവർക്ക് പറഞ്ഞുകൂടാ. എന്നാലും ഇവർ സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ റിബൽ എന്നും പറയാം. ഏതായാലും ഇവർ പിടിക്കുന്ന വോട്ടുകൾ UDF-ന്റെ വോട്ടുകളും കൂട്ടി UDF പിന്തുണ കൊടുക്കുകയാണെങ്കിൽ, എല്ലാ മണ്ഡലത്തിലും കൊടുത്തോളാം എന്ന് ഇപ്പോഴില്ല എങ്കിലും അത് വിജയസാധ്യത കൂടുതൽ സാധിക്കുമെങ്കിൽ UDF പിന്തുണ കൊടുക്കാൻ തന്നെയാണ് അവിടെ കൂടുതൽ സാധ്യതയും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ആ മണ്ഡലത്തിൽ വിജയിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ടി ഈ നിയമസഭാ ഇലക്ഷനോട് ശേഷം രൂപീകൃതമാകും എന്നതിൽ തർക്കമില്ല. കാരണം ജയിക്കുന്നവരൊക്കെ കൂടി ഇടതു മുന്നണിയിലെ അസംതൃപ്തരൊക്കെ കൂടി ഒരു പുതിയ പാർട്ടി, ആ പാർട്ടിക്ക് എത്ര കേരളത്തിൽ ആയുസ്സുണ്ടാകും എന്നതിൽ നമുക്കറിഞ്ഞുകൂടാ. വ്യക്തികൾ രൂപീകരിക്കുന്ന പാർട്ടികളൊക്കെ ആ വ്യക്തികളുടെ കാലം കഴിയുമ്പോൾ ആ പാർട്ടികൾ അസ്തമിക്കുന്ന ഒരു ഇതാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് നിലനിൽക്കുക. മറ്റുള്ളതൊക്കെ ഓരോ സമയത്ത് രൂപീകരിക്കുന്നതും വ്യക്തികൾ രൂപീകരിക്കുന്നതും ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അസ്തമിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ലോകത്തൊക്കെ കാണുന്നത്. അപ്പോൾ ഇവർ രൂപീകരിക്കുന്ന പാർട്ടികൾക്ക് എത്ര ആയുസ്സുണ്ടാകും എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പ്രവചനാതീതമാണ്. അത് എത്ര കണ്ട് വളരും, ആ മണ്ഡലത്തിന് അപ്പുറത്തേക്ക് അതിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ സാധ്യമല്ല. എങ്കിലും ഈ നിയമസഭാ ഇലക്ഷനിൽ ഇവർ പിടിക്കുന്ന വോട്ട് നിർണായകം തന്നെയാണ് എന്ന് തന്നെയാണ്. ഈ കൂട്ടായ്മ ഒരു പാർട്ടിയായി മാറും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു പാർട്ടിയായി മാറുമ്പോൾ അവർ പിടിക്കുന്ന വോട്ട് ആ UDF-ന്റെ പിന്തുണയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പാർട്ടി കൂടി കേരളത്തിലേക്ക് വരികയാണ്. അതിനെ UDF-ന്റെ ഭാഗമാക്കുകയും ചെയ്യും ഭാവിയിൽ എന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്.
കാരണം ഇവരൊന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളല്ല, യു ഡി എഫ് പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും ഒരു പുതിയ പാർട്ടി ഈ ഇലക്ഷൻ അവസാനത്തോടു കൂടി, അല്ലെങ്കിൽ ഇലക്ഷന് മുന്നേ സാധ്യത കുറവാണ്, എങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് രൂപീകരിക്കുക എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഒരു പുതിയ പാർട്ടി ഈ അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിയുന്നതോടു കൂടി ഈ ഇടതുപക്ഷത്ത് നിന്ന് അസംതൃപ്തരായി മാറി നിൽക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായിരിക്കും ആ പാർട്ടി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവർ തന്നെയാണ് പല മണ്ഡലങ്ങളിലും മത്സരിക്കുകയും അവർ ജയിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും ഇതിന് കൂടുതൽ സ്വാധീനം. ജയിച്ചില്ലെങ്കിൽ അതൊക്കെ അസ്തമിച്ചു പോവുകയും ചെയ്യും. അവർ ഈ മത്സരിക്കുന്നവരൊക്കെ വിജയിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുവാനും സാധിക്കും. അതല്ല ഇവരെല്ലാം പരാജയപ്പെടുകയാണെങ്കിൽ അതോടെ ആ രാഷ്ട്രീയ ഭാവികളൊക്കെ അതോടെ അസ്തമിക്കുകയും പിന്നെ പുതിയ പാർട്ടികളൊന്നും സാധ്യതയുമില്ല. അപ്പോൾ ഇവരൊക്കെ വിജയിച്ചു വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് ശേഷം പുതിയ ഒരു ഇടതുപക്ഷ ചായ്വ് തന്നെ ആയിരിക്കുമല്ലോ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടിനുണ്ടാവുക. അപ്പൊ ഒരു പുതിയ ഇടതുപക്ഷ ചായ്വുള്ള ഒരു പാർട്ടി രൂപീകൃതമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം നിരീക്ഷകരൊക്കെ അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. ഏതായാലും ഒരു പുതിയ പാർട്ടി കൂടി നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇതേ വിഷയം തന്നെ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഏതായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.